കഥ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? ഇല്ല അല്ലേ? അപ്പോൾ കഥയല്ല, ഒരു നടന്ന സംഭവം, ലിപിന് വേണ്ടി കഥയെ മാറ്റി ഒരു നടന്ന സംഭവം പറയാമെന്ന് വിചാരിക്കുന്നു. കെവിൻ കാർട്ടർ എന്ന ഒരു വ്യക്തി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കെവിൻ കാർട്ടർ അറിയാവോ? കെവിൻ കാർട്ടർ അദ്ദേഹം ഒരു സുപ്രസിദ്ധ ഫോട്ടോഗ്രാഫറായിരുന്നു. 1960 ജനിച്ചു. അദ്ദേഹം ഒരിക്കൽ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കുകയുണ്ടായി. ഫോട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു കഴുകൻ, ഒരു കുഞ്ഞ്, മരിക്കണ ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരു കഴുകൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് പത്രത്തിലൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ അദ്ദേഹം എടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ഫോട്ടോ ലോകമെമ്പാടും ഭയങ്കര വൈറലായി എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൻ്റെ വിശപ്പ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വിശപ്പ് തുറന്നു കാണിച്ചൊരു ഫോട്ടോ ആയിരുന്നു അത്. അതായത് മരിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു കൊച്ചിനെ, ആ കൊച്ചിനെ കാത്തിരിക്കുന്ന ഒരു കഴുകൻ, കൊച്ചു മരിക്കട്ടെ കഴിക്കാമെന്ന് കാത്തിരിക്കുന്ന ഒരു കഴുകൻ. ഈ ഫോട്ടോ അങ്ങനെ ഭയങ്കര വൈറലായി. അദ്ദേഹവും ഭയങ്കര ഒരു ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. കെവിൻ കാർട്ടർ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. ഇത് 1993 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പല ഇൻ്റർവ്യൂവിലും പല ആൾക്കാരും വിളിച്ചു. അങ്ങനെ ഒരു ക്യാമ്പസിൽ ഒരു ഇൻ്റർവ്യൂവിന് ഒരിക്കൽ ഇദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് 33-ാമത്തെ വയസ്സായിരുന്നു ആ സമയത്ത്. ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് ഓരോ കുട്ടികൾ ഓരോ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാനും ഒരു കഴുകനും ഒരു ജീവൻ നഷ്ടപ്പെടാറായ ഒരു പിഞ്ചു കുഞ്ഞും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് താങ്കൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ ബിസിയായിട്ടുള്ള ഈ ജീവിതത്തിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഉടനെ അടുത്ത ഫ്ലൈറ്റ് എനിക്ക് റെഡിയായിരുന്നു, ഞാൻ ഉടനെ അടുത്ത യാത്രയായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ കൊച്ച് വളരെ ദേഷ്യത്തോട് അലറി പറഞ്ഞു, അവിടെ ഒരു കഴുകനല്ല 2 കഴുകനുണ്ടായിരുന്നു. അതിൽ ഒരു കഴുകൻ്റെ കയ്യിൽ ഒരു ക്യാമറയും കൂടെ ഉണ്ടായിരുന്നു. ഇത് കേട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ കുറ്റം മനസ്സിലായി. അദ്ദേഹത്തിന് വളരെ വേദന ഉണ്ടായി. അദ്ദേഹം 33-ാമത്തെ വയസ്സിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇത് കഥയല്ല, നടന്ന സംഭവം. ആർക്കും ഇപ്പോൾ വേണമെങ്കിലും കിട്ടാമെന്നുള്ളൊരു സംഭവം. ഇതുപോലെയാണ് നമ്മുടെ ഈ തിരക്കുള്ള ജീവിതത്തിൽ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ഏറ്റവും നന്നായിട്ട് വളരണം എന്നുള്ള ചിന്തയിൽ നമ്മളെ മക്കളെ വളർത്താറുണ്ട്. അതായത് നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, എൻ്റെ മോൻ ഡോക്ടർ ആവണം, എൻ്റെ മോൾ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എൻ്റെ മോൻ ഒരു ഉന്നത പദവിയിലിരിക്കണം. എന്നാൽ എൻ്റെ മക്കൾ നല്ലൊരു മനുഷ്യരായി വളരണുണ്ടോ എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ അവസാനം. നല്ലൊരു